ഏകദേശം 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ആരോഗ്യ മേഖലയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള നീറ്റ് എന്ന് പറയുന്ന എക്സാമിന്റെ ചോദ്യം പരീക്ഷയും റദ്ദ് ചെയ്യുന്നൊരു സ്ഥിതിയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്തിലെ വലിയ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളായി ഊണും ഉറക്കവുമില്ലാതെ തന്റെ സാമ്പത്തികത്തിന്റെ വലിയ ചെലവെല്ലാം വഹിച്ചുകൊണ്ട് നീറ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞ മാസം മെയ് മാസം 3-ാം തീയതി പരീക്ഷ എഴുതിയ പരീക്ഷയാണ് ഇന്നലെ NDA എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ പരീക്ഷ നടത്തുന്ന ഏജൻസി റദ്ദ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, മറ്റൊന്നുമല്ല അതിന്റെ കാരണം എന്നത് പരീക്ഷ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ചോദ്യക്കടലാസുകൾ ചോരുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ SFI എന്ന് പറയുന്ന സംഘടന സംസ്ഥാന കമ്മിറ്റിയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇന്നലെ ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിലും സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇന്നലെ SFI എന്ന് പറയുന്ന സംഘടന ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമരം സംഘടിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് SFIയുടെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന RSS നേതൃത്വം നൽകുന്ന BJPയുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് ഈ നീറ്റ് പരീക്ഷ പേപ്പറിന്റെ ചോദ്യക്കടലാസുകൾ ചോരുന്ന സ്ഥിതിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ തകർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക, ആ തരത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഈ പരീക്ഷാ പേപ്പർ ചോർച്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാദ്യത്തെ ചോർച്ചയല്ല. സമാനമായ രീതിയിൽ 2024-ലും നീറ്റ് പരീക്ഷ പേപ്പർ ചോരുകയാണ്, നെറ്റ് പരീക്ഷ പേപ്പർ ചോരുകയാണ്. രാജ്യത്തിലെ പരീക്ഷകളെല്ലാം, ഉത്തരക്കടലാസുകളെല്ലാം, ചോദ്യക്കടലാസുകളെല്ലാം രാജ്യത്തിന്റെ കരിഞ്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന നിലയിലേക്ക് രാജ്യത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തള്ളിയിടാൻ വേണ്ടിയിട്ടാണ് BJPയുടെയും RSSന്റെയും ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികൾ പണിയെടുത്ത് കഷ്ടപ്പാടെടുത്ത് കൂലിപ്പണി ചെയ്ത് അങ്ങനെ പഠിച്ച് പാസ്സാകാൻ വേണ്ടിയിട്ട് പരീക്ഷ എഴുതിയത് ഒറ്റ ദിവസം കൊണ്ട് റദ്ദ് ചെയ്യുന്ന ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് SFI എന്ന നിലയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്.